ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. SCC മീഡിയ 1 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചർച്ചയാകുന്ന വിഷയം നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചു എന്ന വാർത്തയാണ്. അതിൽ ഇടപെട്ടത് നമ്മുടെ പ്രിയങ്കരനായ പണ്ഡിതൻ AP അബൂബക്കർ മുസ്ലിയാറാണ്. അദ്ദേഹം പഴയ കാലങ്ങളിൽ പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇടപെട്ടത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം നിമിഷപ്രിയ എന്നുള്ള ആ യുവതി അവിടെ തെറ്റ് ചെയ്തു എന്ന് അവിടെയുള്ള കോടതി മനസ്സിലാക്കുകയും നിമിഷപ്രിയക്ക് അവിടെ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. ആ നിമിഷപ്രിയയുടെ പാർട്ട്ണറായ യമൻ യുവാവ് നിരന്തരം ശല്യപ്പെടുത്തി അവസാനം സഹിക്കെട്ട് ഈ യുവതി കൊലപ്പെടുത്തി എന്നുള്ളതാണ് വാർത്ത. അങ്ങനെ നാളെ നടക്കേണ്ട വധശിക്ഷ ഈ AP ഉസ്താദിന്റെ ഇടപെടൽ മൂലം, AP ഉസ്താദിന്റെ യമനുമായുള്ള സൂഫി പണ്ഡിതന്മാരുമായുള്ള സൗഹൃദം കൊണ്ട് അവിടെ ഒരു ചർച്ച നടക്കുകയും അങ്ങനെ അവിടെയുള്ള കോടതി ആ വധശിക്ഷ മരവിപ്പിച്ചു. മാത്രമല്ല പല കടമ്പകളും ഇതിന് കടക്കാനുണ്ട്. ആ യുവാവിന്റെ കുടുംബങ്ങൾ ഈ നിമിഷപ്രിയക്ക് മാപ്പ് നൽകണം. അതിന് പകരമായി അവർക്ക് മോചന ദ്രവ്യം അവരുടെ കുടുംബങ്ങൾക്ക് നൽകണം. ആ ദയാ ദ്രവ്യം അത് ആ കുടുംബങ്ങൾക്ക് നൽകണം എന്നുള്ളതാണ് വാർത്ത. ഇപ്പോൾ ഇടപെട്ട നമ്മുടെ പ്രിയങ്കരനായ പണ്ഡിതനായ AP ഉസ്താദ്, അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രപഞ്ചനാഥൻ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിക്കേണ്ടതാണ്. കാരണം ഗവൺമെന്റിന് പറ്റാത്ത എന്ന് പറയാൻ കാരണം എംബസി ഇല്ലാത്തത് കൊണ്ട്. യമനിൽ ഒരു എംബസി ഇല്ല. കാരണം അവിടെ ആഭ്യന്തര കലാപം നടന്നതുകൊണ്ട്, അവിടെ ഒരു സ്ഥിരമായ ഒരു ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് അവിടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എംബസി ഇല്ല. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ട് എന്ന് ഗവൺമെന്റ് അറിയിച്ചത് കൊണ്ട് തന്നെ പിന്നെയും പറയാനുള്ളത്, നമ്മുടെ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെടണം. നമ്മൾ വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്തരി പ്രദേശങ്ങളിലായ അവിടെ പാവങ്ങളുടെ വീടുകളെ ഗവൺമെന്റ് ഇല്ലാതാക്കുന്നു, കിടപ്പാടങ്ങൾ ഇല്ലാതാക്കുന്നു, ഉത്തർപ്രദേശിൽ ഇല്ലാതാക്കുന്നു. അതിലേക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ ഒരു സ്ത്രീക്കാണെങ്കിലും ഒരു കുട്ടിക്കാണെങ്കിലും അപകടം സംഭവിച്ചെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിക്കുന്നു. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാ പണ്ഡിതന്മാർ ഇങ്ങനെ ഇടപെടണേ എന്നുള്ളതാണ് എല്ലാവരുടെയും അപേക്ഷ. കാരണം പണ്ഡിതന്മാർ, നേതാക്കന്മാർ രാഷ്ട്രീയക്കാരുമായുള്ള ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കണം. UP-യിലെ ഗവൺമെന്റ് പണ്ഡിതന്മാർ നിരന്തരം ഇടപെട്ടുകൊണ്ട് ഈ ഒരു വ്യക്തിയാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒരു നാടിലേക്കുള്ള ആപത്തിനെ തടയാൻ പണ്ഡിതന്മാർക്ക് സാധിക്കട്ടെ. നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.